അതുൽ സുഭാഷ് കേസ്. ഈ കേസിനെ പറ്റി അറിയാത്തവരുടെ കേസിൻ്റെ സർച്ച് ഫാക്റ്റിൽ നിന്ന് പറയുന്നത്, അതുൽ സുഭാഷ് എന്ന വ്യക്തി ബാംഗ്ലൂരിലോ ടെക് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കിടയിൽ ഡിവോഴ്സ് നടക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഒരു തവണ പോലും മുടങ്ങാതെ മെയിൻ്റനൻസ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പണം തട്ടാൻ വേണ്ടി ഭാര്യ വീട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ 8 ഫേക്ക് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ലൈക്ക് മർഡർ, ഡൗറി, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അൺനാച്ചുറൽ സെക്സ് ലൈക്ക് ലൈക്ക്. ഈ കേസ് ഇദ്ദേഹം നിരപരാധിയായിട്ട് പോലും വളരെ ഹാർട്ട്ഫുള്ളായിട്ട് കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിധി വരെ ഇതിൻ്റെ നിയന്ത്രണം വിട്ടപ്പോൾ ഇദ്ദേഹം ഒരു ജഡ്ജിൻ്റെ അടുത്ത് പോവുകയും ജഡ്ജിൻ്റെ അകത്ത് ഈ കാര്യം പറയുകയും ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്ര ഇമോഷണലായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജഡ്ജി പറയുകയാണ്, തനിക്കൊരു ഫേവറബിളായിട്ട് ജഡ്ജ്മെൻറ്റ് വേണമെങ്കിൽ നീ എനിക്കൊരു 5 ലക്ഷം തരണമെന്നുള്ളത്. ജഡ്ജിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്ത് ഇദ്ദേഹം ഇവിടെ ജനറൽ ന്യൂട്രൽ ലോ ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ടും ഒരു 18 മിനിറ്റ് അടങ്ങുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടും സൂസൈഡ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നത്. അപ്പം ഇത് ഒരു സ്ത്രീക്ക് നടക്കുകയും ഇതുപോലെ സൂസൈഡ് ചെയ്യുകയാണ് ഈ സമൂഹത്തിൻ്റെ അകത്ത് ഇത് എത്രത്തോളം ഇമ്പാക്റ്റുകൾ സംസാരിക്കും അത്രത്തോളം തന്നെ ഒരു പുരുഷന് സംഭവിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമൂഹത്തിന് സംസാരിക്കേണ്ടത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസുകളുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്താൽ മാത്രമേ ഇവിടെ ജനറൽ ന്യൂട്രൽ ലോസ് ഉണ്ടാവൂ എന്നുള്ളതാണ്, നിലനിൽക്കൂ എന്നുള്ളതാണ്.